ഡു ആൻഡ് ലേൺ. ലെറ്റ്സ് ഡു സം എക്സ്പെരിമെൻറ്റ് ടു ലേൺ മോർ അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്താ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഉള്ള മോഷൻ ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുള്ള എക്സ്പെരിമെൻ്റ് എന്താണ്, ബലൂൺ ക്യാരിയേജ് എന്നാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. ഇവിടെ എന്തൊക്കെ വേണം, ഒരു ട്വിന്ന് വേണം, സ്ട്രോ വേണം, സെല്ലോ ടേപ്പ് വേണം, അതുപോലെ തന്നെ ബലൂണും വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മളോട് പറയാണ് പാസ് എ ട്വിൻ ത്രൂ 5 സെൻറ്റിമീറ്റർ ലോങ് സ്ട്രോ. ഒരു 5 സെൻറ്റിമീറ്റർ ലോങ് സ്ട്രോയിലൂടെ എന്ത് ചെയ്യുക, ഒരു കയറ്, ഒരു നൂല് എന്ത് ചെയ്യുക, ഒരു നൂല് അതിൻ്റെ ഉള്ളിലൂടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടൈ അപ്പ് ഈച്ച് എൻഡ് ഓഫ് ദീസ് ട്വിൻ അറ്റ് ദി സെയിം അറ്റ് കൺവീനിയൻറ്റ് പ്ലേസ് ഇൻ ദി ക്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ആ നൂലുകൾ രണ്ട് വശത്താക്കിയിട്ട് കെട്ടുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ കെട്ടുക. അതായത് നേരെ തന്നെ കെട്ടണം, വളയരുത്. ഗ്ലൂ ദി ഇൻഫ്ലേറ്റഡ് ബലൂൺ ടു ദി സ്ട്രോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ബലൂണ് നല്ലോണം ഊതി വീർപ്പിച്ചിട്ട് അതെന്ത് ചെയ്യുക, സ്ട്രോയിൽ ഒട്ടിക്കുക. പാരലൽ ടു ദി ട്വിൻ ആസ് ഷോൺ ഇൻ ദി പിക്ചർ. അപ്പം ആ നൂലിനെ പോലെ തന്നെ നേരെ അത് ഒട്ടിക്കണം, നൂലിന് നേരെ ആയിട്ട് തന്നെ ഒട്ടിക്കണം, ഈ ഫിഗറിൽ കാണിച്ചതുപോലെ. റിലീസ് ദി എയർ ഇൻ ദി ബലൂൺ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബലൂണിലുള്ള എയർ അങ്ങോട്ട് റിലീസ് ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഹൗ ഡിഡ് ദി ബലൂൺ മൂവ്. എങ്ങനെയാണ് ആ ബലൂൺ മൂവ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ആ ബലൂൺ എന്ത് ചെയ്യും, ആ നൂലെങ്ങനെയാണോ കെട്ടിയത് അതുപോലെ നേരെ മൂവ് ചെയ്യും അല്ലേ. ആ ബലൂണ് നേരെ അങ്ങോട്ട് നൂലിലൂടെ അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനത്തെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പം ലീനിയർ മോഷൻ ഈസ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് സ്ട്രൈറ്റ് ലൈൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രൈറ്റ് ലൈനിലൂടെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറയാണ് ഫൈൻഡ് എക്സാമ്പിൾ ഓഫ് ലീനിയർ മോഷൻ ഇൻ ദി മൂവ്മെൻറ്റ്സ് യു സീ എവറി ഡേ ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദി ക്ലാസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് ലീനിയർ മോഷന് കുറച്ച് എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം, എ കാർ മൂവിങ് സ്ട്രൈറ്റ് ഓൺ ദി റോഡ്. ഒരു കാർ എന്ത് ചെയ്യുക, ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ പോകുന്നത് ലീനിയർ മോഷനാണ്. ട്രെയിൻ മൂവിങ് ഓൺ എ സ്ട്രൈറ്റ് ട്രാക്ക്. ഒരു ട്രെയിന് ഒരു സ്ട്രൈറ്റ് ട്രാക്കിലൂടെ പോകുന്നത് എന്താണ്, ലീനിയർ മോഷനാണ്. ആ ട്രെയിൻ വളയാൻ പാടില്ല, സ്ട്രൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലീനിയർ മോഷനാണ്. എ ബോയ് സ്ലൈഡിങ് ഡൗൺ എ സ്ലൈഡ്. ഒരു ബോയ് എന്ത് ചെയ്യുക, സ്ലൈഡിൽ ഇരുന്നിട്ട് താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നത് ലീനിയർ മോഷനാണ്. എ കോയിൻ ഫാളിങ് സ്ട്രൈറ്റ് ഡൗൺ. കോയിൻ എന്ത് ചെയ്യുക, നേരെ താഴേക്ക് ഇടുന്നത് എന്താണ്, ലീനിയർ മോഷനാണ്. പിന്നെ ഏതാണ്, നിങ്ങൾ ഐസ് വരുതി കണ്ടിട്ടുണ്ടോ. ഐസ് വരുതി നമ്മളെങ്ങനെയാണ് എടുക്കുക, നേരെ വരുതിയിട്ടല്ലേ എടുക്കുക. ഐസിൻ്റെ മേലെ വെച്ചിട്ട് ഒരു സാധനം ഇങ്ങനെ വരുതു അല്ലേ, അങ്ങനെ വരുതിയിട്ടല്ലേ ഐസ് വരുതി നമ്മൾ വാങ്ങുന്നത്. അതെന്താണ്, ലീനിയർ മോഷൻ അല്ലേ. അതൊരു ലീനിയർ മോഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ലീനിയർ മോഷന് നിങ്ങൾ പറയുക. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് മോഷൻ എബൌട്ട് ഓൺ ആക്സിസ്. അതായത് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതാണ് മോഷൻ എബൌട്ട് ഓൺ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയലുണ്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു മോഷനാണ് എന്ത് ഇനി പറയാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് ഐസ്ക്രീം ബോൾ, സ്മോൾ ഷാർപ്പൻഡ് പെൻസിലുമാണ് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഐസ്ക്രീം ബോൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മേക്ക് എ ഹോൾ ഈച്ച് ഓൺ ലിഡ് and it bottom of ice cream ball and put a sharpened pencil through them as shown in the picture. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐസ്ക്രീം ബോൾ എടുക്കുക, ആ ഐസ്ക്രീം ബോളിൻ്റെ മൂടിമേലും അതുപോലെ തന്നെ ആ ഐസ്ക്രീം ബോളിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പെൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ലിഡ് ടൈറ്റൻ ചെയ്യുക, ആ മൂടി എന്ത് ചെയ്യുക, ഐസ്ക്രീം ബോളിന്മേൽ ഉറപ്പിച്ച് വെക്കുക. കീപ് ദി ടിപ്പ് ഓഫ് ദി പെൻസിൽ ഓൺ ദി ഫ്ലോർ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പിന്നെ പെൻസിലിൻ്റെ ആ മൊന ഉണ്ടാവില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ആ നിലത്ത് വെക്കുക. ആൻഡ് ട്രൈ ടു റൊട്ടേറ്റ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കറക്കാൻ നോക്കുക. ഹൗ ഡസ് ഇറ്റ് മൂവ്, ഡിസ്കസ് ദി ഒബ്സർവേഷൻ. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൂവ്മെൻറ്റ് ആൾസോ ടേക്ക് പ്ലേസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാണത് മൂവ് ചെയ്യുന്നത് എന്ന്. എങ്ങനത്തെ മൂവ്മെൻ്റ് ആണ്, നമുക്ക് എങ്ങനത്തെ മൂവ്മെൻ്റ് ആണ് കാണാൻ പറ്റുന്നത്. ആ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദി ബോൾ സ്പിൻസ് ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്പിൻസ് അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്.
ദി പെൻസിൽ എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? പെൻസിൽ ഇവിടെ ഒരു ആക്സിസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബോൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഇവിടുത്തെ പെൻസിൽ എന്താണ്? ഇവിടെ ആക്സിസ് ആണ്, ബോൾ അതിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മൂവ്മെൻ്റ് ആണ് ഇത് റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. എന്താണ് മൂവ്മെൻറ്റ്? റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. ഇനി നമ്മളോട് ഇതുപോലെ റൊട്ടേഷണൽ മൂവ്മെൻറ്റിന് എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. അടുത്തത് നമുക്ക് എന്ത് പറയാം? എർത്ത് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ആക്സിസ്. നമ്മുടെ എർത്ത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അടുത്തതാണ് എന്ത്? ഫാൻ ബ്ലേഡ്സ് റൊട്ടേറ്റിംഗ്. നിങ്ങൾ വീട്ടിൽ ഫാൻ ഉണ്ടാവില്ലേ, സീലിംഗ് ഫാൻ ഇല്ലേ? അപ്പോൾ ആ സീലിംഗ് ഫാനിലേക്ക് നോക്കിയാൽ അറിയാം, സീലിംഗ് ഫാനിൻ്റെ ബ്ലേഡ് ഒരു തണ്ട് പോലെയുള്ള സാധനത്തിന്മേൽ ഇങ്ങനെ കറങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഫാൻ ബ്ലേഡ്സ് റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അപ്പോൾ നമുക്കത് പറയാം. അപ്പോൾ ഇവിടുത്തെ മോഷൻ ഏതാണ്? റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റൊട്ടേഷണൽ മോഷൻ ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജെക്ട്സ് എബൌട്ട് ദെയർ ഓൺ ആക്സിസ്. റൊട്ടേഷണൽ മോഷൻ ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജെക്ട്സ് എറൗണ്ട് ദെയർ ഓൺ ആക്സിസ്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബോളും പെൻസിലും എടുത്തു കഴിഞ്ഞാൽ പെൻസിലാണെന്ത്? അതിൻ്റെ ആക്സിസ്. ഇനി അടുത്തതാണ് മോഷൻ ഇൻ എ സർക്കുലാർ പാത്ത്. മോഷൻ ഇൻ എ സർക്കുലാർ പാത്തിൽ നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഹാവിൻ യു ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് മൂവ്? അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് എ വാച്ച്? എങ്ങനെയാണ് ഒരു വാച്ചിൻ്റെ സെക്കൻഡ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്? ഡോണ്ട് ദേ മൂവ് ഇൻ എ സർക്കുലാർ പാത്ത് എബൌട്ട് എ പോയിൻറ്റ്? അതായത് ഒരു പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് അതൊരു സർക്കുലാർ മൂവ്മെൻറ്റിലല്ലേ അത് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി ടു ഒബ്സർവ് ദി മോഷൻ ഇൻ എ സർക്കുലാർ പാത്ത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഒരു സർക്കുലാർ പാത്തിലുള്ള മോഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് വുഡൻ സ്കെയില്, അതുപോലെ തന്നെ നെയില്, പെൻസില്, പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഒരു വുഡൻ സ്കെയില് വേണം, അതുപോലെ തന്നെ ഒരു എന്ത് വേണം? ആണി വേണം, പെൻസിൽ വേണം, പേപ്പർ വേണം. മേക്ക് വൺ സ്മോൾ ഹോൾ ഈച്ച് അബൌട്ട് എ സെൻറ്റിമീറ്റർ എവേ ഫ്രം ഐദർ എൻഡ് ഓഫ് ദി വുഡൻ സ്കെയിൽ. വുഡൻ സ്കെയിലിൻ്റെ രണ്ട് അറ്റത്തും എന്ത് ചെയ്യുക? 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട്, അതിൻ്റെ അറ്റത്തുനിന്ന് 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വിട്ടിട്ട് എന്ത് ചെയ്യുക? 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഹോൾ ഉണ്ടാക്കുക. ഇൻസേർട്ട് എ നെയിൽ ത്രൂ 1 ഹോൾ. ഒരു ഹോളിലൂടെ എന്ത് ചെയ്യുക? നെയിൽ വെക്കുക. ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ പേപ്പർ കെപ്റ്റ് ഓൺ ദി ടേബിൾ. എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ആ ആണി എന്ത് ചെയ്യുക? ആ പേപ്പറിൽ തറക്കുക. സോ ദാറ്റ് ദി സ്കെയിൽ ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. അപ്പം എന്ത് ചെയ്യും? ആ സ്കെയിലിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് എ പെൻസിൽ ത്രൂ ദി ഹോൾ ഓൺ ദി അതർ എൻഡ്. മറ്റേ സൈഡിലുള്ള ഹോളിലൂടെ എന്ത് ചെയ്യുക? ഒരു പെൻസിൽ, ആ ഹോളിൽ ഒരു പെൻസിൽ വെക്കുക. മൂവ് ദി സ്കെയിൽ ഓൺ ദി പേപ്പർ ഇൻ സർക്കുലാർ പാത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സ്കെയിൽ എന്ത് ചെയ്യുക? പേപ്പറിലൂടെ വട്ടത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. സിമിലർലി ഡ്രോ എ സർക്കിൾ ഓൺ അനദർ പേപ്പർ യൂസിങ് എ കോമ്പസ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വേറൊരു പേപ്പറിൽ വേറൊരു സർക്കിൾ വരയ്ക്കുക. ഇൻ ബോത്ത് ദീസ് കേസസ് ദി പാത്ത് ഓഫ് ദി പെൻസിൽ ഫോം എ സർക്കിൾ. ഈ രണ്ട് കേസിലും എന്താ നടക്കുന്നത്? ആ പെൻസിലിൻ്റെ പാത്ത് എന്ത് ചെയ്യും? ഒരു പെൻസിൽ എന്ത് ചെയ്യും? ഒരു സർക്കിൾ ഇങ്ങനെ വരക്കും. ദി പാത്ത് ഇൻ ദി ഷേപ്പ് ഓഫ് സർക്കിൾ ഈസ് കോൾഡ് സർക്കുലാർ പാത്ത്. അപ്പം ഈ സർക്കിൾ പോലെ ഷേപ്പുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലാർ പാത്ത് എന്ന് പറയുന്നത്. ആർ എ കിഡ് ഇൻ എ ജി എൻ വീൽ ഓൾസോ മൂവിങ് ഇൻ എ സർക്കുലാർ പാത്ത്. അപ്പോൾ ഈ ജി എൻ വീലിൽ നമ്മളൊരു കുട്ടി കറങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അവരും സർക്കുലാർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, അവരും സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മളോട് പറയാണ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന കുറച്ച് പാർക്കിലൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുടെ പേര് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മാരി ഗോ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സർക്കുലാർ പാത്തിലല്ലേ. അതുപോലെ തന്നെ ഫാരിസ് വീല് ഒക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തത് സർക്കുലാർ മോഷന് ഡെഫിനിഷനാണ് പറയുന്നത്. സർക്കുലാർ മോഷൻ ഈസ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലാർ പാത്ത്. അപ്പോൾ സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിൻ്റെ സർക്കുലാർ പാത്തിലുള്ള മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? എക്സ്പെരിമെൻറ്റ് 4 മൂവിങ് ടു ആൻഡ് ഫ്രോ. മൂവിങ് ടു ആൻഡ് ഫ്രോ ആണ് ഇവിടെ പറയുന്നത്. മൂവിങ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടു ആൻഡ് ഫ്രോ മോഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പറയാണ്, വാട്ട് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് മോഷൻ ഓഫ് എ സ്വിങ്.
ലെറ്റ്സ് ക്രിയേറ്റ് എ സിമിലർ മൂവ്മെൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ നമ്മളോട് പറയുകയാണ് വാട്ട് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് എ മോഷൻ ഓഫ് എ സ്വിങ്. ഒരു സ്വിങ്ങിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഊഞ്ഞാൽ, ആ ഊഞ്ഞാൽ എങ്ങനെയാണ് ആടുന്നത്, ആ ഊഞ്ഞാലിൻ്റെ മോഷൻ എങ്ങനെയാണ്. ലെറ്റ്സ് ക്രിയേറ്റ് എ സിമിലർ മൂവ്മെൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ ഒരു ഊഞ്ഞാൽ പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്ലാസ്സിൽ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ളത്? ഒരു നെയിൽ വേണം, അതുപോലെ തന്നെ ട്വിന്ന് വേണം, അതുപോലെ തന്നെ എന്ത് വേണം, സ്റ്റോൺ വേണം. ട്വിന്ന് എന്ന് പറഞ്ഞാൽ എന്താ, നൂല് വേണം, അതുപോലെ തന്നെ സ്റ്റോണും വേണം. എന്നിട്ട് എന്താണ് നമ്മളോട് പറയുന്നത്, എന്ത് ചെയ്യാനാണ് പറയുന്നത്? യൂസിങ് സ്റ്റോൺ, നെയിൽ ആൻഡ് ട്വിൻ മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് സിമിലർ ടു ട്വിങ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ ആൻഡ് സ്വിങ് ഇറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഊഞ്ഞാൽ പോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ഒരു വടിയിൽ എന്ത് കെട്ടണം, ഒരു നൂല് കെട്ടിയിട്ട് ആ നൂലിൻ്റെ ഒരറ്റത്ത് എന്ത് ചെയ്യുക, കല്ല് കെട്ടുക. ദി പൊസിഷൻ അറ്റ് വിച്ച് ദി സസ്പെൻഡഡ് സ്റ്റോൺ റിമെയിൻ സ്റ്റേഷനറി ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പം നമ്മൾ ഈ കെട്ടിയിട്ടുള്ള സ്റ്റോണ് അനങ്ങാതെ നിൽക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കല്ല് കെട്ടി അതവിടെ വെച്ചു, എന്നിട്ട് നമ്മൾ അനങ്ങാതെ അതിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ നമുക്ക് എന്താ പറയാം, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ദി മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോൺ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ യു ഹാവ് ഒബ്സർവ്ഡ്. എന്നിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്ന ആ ഒരു മോഷനിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദി മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോൺ ടു ഐദർ സൈഡ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ആ മൂവ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു ഊഞ്ഞാൽ ആടുകയാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലിൽ ആരും ഇരിക്കുന്നുമില്ല, ഊഞ്ഞാൽ ആടുന്നില്ലെങ്കിൽ എന്താ, ഊഞ്ഞാൽ അവിടെ അതുപോലെ നിൽക്കും. ഇനി അത് നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം പൊസിഷന് റെസ്പെക്റ്റ് ആയിട്ടാണ് അത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ആടുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ആടുന്നത്. അപ്പോൾ ഇങ്ങനെ ആടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഊഞ്ഞാലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഓസിലേഷൻ ആണ്. അപ്പം ഓസിലേഷൻ ഈസ് മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ടു ബോത്ത് സൈഡ് എബവ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്, ഓസിലേഷൻ ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബോത്ത് സൈഡ് എബൌട്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ആക്കിയിട്ട് മുന്നോട്ടേക്കും അല്ലെ ബാക്കോട്ടേക്കും ഇങ്ങനെ ആടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുക, സ്വിങ് പറയാം, അതുപോലെ തന്നെ പെൻഡുലം. നമ്മൾ ക്ലോക്കിലൊക്കെ പെൻഡുലം കാണലില്ലേ, പെൻഡുലം. അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന സീസോ ഒക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആക്കിയിട്ട് പറയാം, ഈ ഓസിലേഷന് എക്സാമ്പിൾ ആക്കിയിട്ട് പറയാം. ഇനി നിങ്ങളോട് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാൻ പറയുകയാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്, അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്, സ്റ്റീൽ സ്കെയിൽ വേണം, ടേണിംഗ് ഫോർക്ക് വേണം, ട്യൂണിംഗ് ഫോർക്ക് വേണം, റബ്ബർ ഹാമർ വേണം, അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് വേണം. ഫസ്റ്റ് എന്ത് എക്സ്പെരിമെൻറ്റാണ് പറയുന്നത്, ഒരു എൻഡ് സ്കെയിലിൻ്റെ ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ആ സ്കെയിലിൻ്റെ ഒരു എൻഡ് എവിടെ വെക്കുക, ടേബിളിൽ നിങ്ങളെ ബെഞ്ചിലോ ഡെസ്കിലോ അമർത്തി പിടിക്കുക. മറ്റേ എൻഡ് എന്ത് ചെയ്യുക, താഴേക്കാക്കിയിട്ട് നിങ്ങൾ ആ സ്കെയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് വിടുക. നിങ്ങൾ ചെയ്യലുണ്ടല്ലേ ക്ലാസ്സിൽ, ഓക്കെ, അങ്ങനെ വിട്ടു. അടുത്തത് എന്ത് ചെയ്യുക, ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, എന്നിട്ട് അത് വലിച്ചു പിടിക്കുക, അതിൻ്റെ രണ്ട് ഭാഗം വലിച്ചു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ടിനോട് ആ റബ്ബർ ബാൻഡിൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ വിടാൻ പറയുക, നടുക്കൊന്ന് തട്ടിയിട്ട് വിടാൻ പറയുക. അപ്പോൾ അവിടെ എന്താണ് കാണുന്നത് എന്നാണ് പറയേണ്ടത് ആ റബ്ബർ ബാൻഡിൽ. പിന്നെ അടുത്തത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുക. ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു റബ്ബർ ഹാമർ വെച്ചിട്ട് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്ങിൽ ഒന്ന് അടിക്കുക. അപ്പോൾ അവിടെ എന്ത് മൂവ്മെൻ്റ് ആണ് വരുന്നതെന്നാണ് മൂന്നാമതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിലും എന്ത് മൂവ്മെൻ്റ് ആണുള്ളത്, വൈബ്രേഷൻ ആണുള്ളത്. ഇനി അടുത്തത് ചോദിക്കുന്നത്, ഇൻ ആൾ ദീസ് 3 ആക്ടിവിറ്റീസ് ഡിഡിൻ യു ഒബ്സർവ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ്. ഈ 3 ആക്ടിവിറ്റീസിലും ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒബ്സർവ് ചെയ്തു അല്ലേ. വാട്ട് ചേഞ്ച് ഡിഡ് യു ഒബ്സർവ് വെൻ സ്പീഡ് ഓഫ് ഓസിലേഷൻ വാസ് ഇൻക്രീസ്ഡ്. സ്പീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് ഒബ്സർവ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. സ്പീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് കൂടുതലാണ്. മൂവ്മെൻറ്റ് ബിക്കം ക്വിക്ക് ആൻഡ് കണ്ടിന്യൂസ്. മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ക്വിക്കാണ്, കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് ഓഫ് ഓസിലേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ഫാസ്റ്റർ ഓസിലേഷൻ ചേഞ്ചസ് ഇൻ ടു വൈബ്രേഷൻ. ഇങ്ങനെയുള്ള ഫാസ്റ്റർ ഓസിലേഷൻ എന്തായിട്ട് മാറും, വൈബ്രേഷൻ ആയിട്ട് മാറും. ക്വിക്ക് ഓസിലേഷൻ ഈസ് വൈബ്രേഷൻ.
ക്യുക്ക് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷൻ ആണ്. വേരിയസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആർ ഒക്കറിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പം ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ വരുന്ന വൈബ്രേഷൻ കാരണമാണ് ഒരു മ്യൂസിക് ഉണ്ടാവുന്നത്. ഇതുപോലത്തെ വേറെയും എക്സാമ്പിൾ നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ, അതൊരു വൈബ്രേഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഗിറ്റാറിൻ്റെ സ്ട്രിങ്, അതുപോലെ തന്നെ ഡ്രം സ്കിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിലടിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ റബ്ബർ ബാൻഡിന് വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൽ വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ വൈബ്രേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് വൈബ്രേഷൻ എന്നാണ് അടുത്ത് പറയുന്നത്. വൈബ്രേഷൻ ഈസ് ക്യുക്ക് ഓസിലേഷൻ. ഓസിലേഷൻ കുറേ പ്രാവശ്യം, ഒരു സെക്കൻഡിൽ തന്നെ കുറേ പ്രാവശ്യം ഉണ്ടാകുന്ന ഓസിലേഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്യുക്കായിട്ടുള്ള ഓസിലേഷനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് കുറേ സമയം ഓസിലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. സൗണ്ട് എന്ത് കാരണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈബ്രേഷൻ കാരണമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ വിൽ ബി വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ബിഹൈൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് എനി സൗണ്ട്. ഏത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വൈബ്രേഷൻ ഉണ്ട്. വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സൗണ്ട് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡ് ഇൻ ദി ലാരിങ്സ് ഇൻ അവർ ത്രോട്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ത്രോട്ടിലുള്ള, തൊണ്ടയിലുള്ള ലാരിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. അപ്പോൾ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോക്കൽ കോഡാണ്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ് സൗണ്ട്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകുന്നത്. when an excited tuning fork is kept near the ear we will be able to hear a sound. നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ട്യൂണിങ് ഫോർക്ക് നമ്മുടെ ചെവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ട് കേൾക്കാൻ പറ്റും. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വീണ. മ്യൂസിക് വീണ, വയലിൻ എന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വയലിൻ എന്നൊക്കെ മ്യൂസിക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വൈബ്രേറ്റിംഗ് ദി സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അതിലുള്ള സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ് ഡിഫറെൻറ്റ് വേസിൽ, ഡിഫറെൻറ്റ് വേസിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സൗണ്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ചെണ്ട ഇറ്റ് ഈസ് ദി ഡയഫ്രം ദാറ്റ് ഈസ് വൈബ്രേറ്റഡ്. ഇനി ചെണ്ട എടുക്കുകയാണെങ്കിലോ ഡയഫ്രം ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ ഫ്ലൂട്ട് ആൻഡ് ഹാർമോണിയം ഇറ്റ് ഈസ് എയർ ദാറ്റ് ഗെറ്റ്സ് വൈബ്രേറ്റഡ്. ഇൻ ഫ്ലൂട്ട് അതുപോലെ തന്നെ ഹാർമോണിയം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അടുത്തത് ഇൻസ്ട്രുമെൻറ്റ്സ് മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഐഡൻറ്റിഫൈയിങ് ഹൗ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻസ് ഇൻ ഈച്ച് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഹൗ ദേ ആർ മെയ്ഡ് യൂസ് ഓഫ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മോഷനും അതിൻ്റെ യൂസേജും ആണ് താഴെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താ തന്നത്? സീസോ ആണ് തന്നത്. സീസോൻ്റെ മോഷൻ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്? ഓസിലേഷൻ ആണ്. അതിൻ്റെ യൂസേജ് എന്താണ്? എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ്, അതുപോലെ സ്ട്രിങ്ങിങ് ഓഫ് എ വീണ. ഇതിൻ്റെ ഒക്കെ ടൈപ്പ് ഓഫ് മോഷനും യൂസേജും ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഹാൻഡ് ഓഫ് എ ക്ലോക്കിലുള്ള മൂവ്മെൻറ്റ് എന്താണ്? റൊട്ടേഷണൽ അല്ലെങ്കിൽ സർക്കുലാർ മൂവ്മെൻ്റ് ആണ്. യൂസേജ് എന്താണ്? ടു ഷോ ടൈം കാണിക്കുക എന്നുള്ളതാണ്. അടുത്തത് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ അല്ലെങ്കിൽ സ്പിന്നിങ് മൂവ്മെൻ്റ് ആണ്. എന്താണ് യൂസേജ്? എന്താണ്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അടുത്തത് സ്ട്രിങ് ഓഫ് എ വീണ. വീണൻ്റെ സ്ട്രിങ് എന്ത് മൂവ്മെൻ്റ് ആണ്? വൈബ്രേഷൻ ആണ്. എന്താണ് അതിൻ്റെ യൂസേജ്? പ്ലസൻറ്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്? എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അതിൻ്റെയും യൂസേജ്. യു റിയലൈസ്ഡ് ദാറ്റ് മൂവ്മെൻറ്റ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ അവർ ലൈഫ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഹാവ് യു സീൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ സൈമൾട്ടാനിയസ്ലി. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്യും? ഒരേ സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് മോഷൻസ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.